നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിനുവേണ്ടി ആദ്യമായി പുട്ടുപൊടിയാണ് എടുത്തത്. പുട്ടുപൊടിയിൽ നമ്മൾ ഉപ്പും ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളവും ചേർത്ത് കുഴച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ ചിരവിയ തേങ്ങയും പുട്ടുകുറ്റിയിൽ ഇട്ടതിന് ശേഷം ഓരോ കഷ്ണത്തിനാവശ്യമായ പുട്ടുപൊടി അതിലേക്ക് വാരി ചേർക്കുന്നു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുട്ട് പോലെ തന്നെ. ഈ പുട്ടുകുറ്റിയിൽ 3 കഷ്ണം പുട്ടുണ്ടാക്കാം ഒരു പ്രാവശ്യമായിട്ട്. പക്ഷെ ഇപ്പം ഞാൻ 2 കഷ്ണം മാത്രമാണ് ഉണ്ടാക്കുന്നത്. അടിയിൽ തേങ്ങ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയിട്ട് പിന്നെയും തേങ്ങ ഇട്ട് വീണ്ടും കുറച്ച് പൊടിയും കൂടി ഇട്ട് അങ്ങനെ 2 കഷ്ണം പുട്ടാണ് ഒരൊറ്റ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇതാ നമ്മൾ ആവി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പുട്ടിനാവശ്യമായ പപ്പടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പപ്പടം വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. ഉണ്ട്, മുട്ടയും പഴവും ഉണ്ട്. നല്ല പപ്പടം നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ മുട്ടയും പുഴുങ്ങുന്നുണ്ട്. ഇനി കാപ്പിക്ക് ആവശ്യമായ വെള്ളം എടുക്കുകയാണ് നമ്മൾ. ഇതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത്. പിന്നെ ഇത് ചുക്ക് പൊടിയാണ്. ചുക്ക് കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. ചുക്ക് കാപ്പിയാണ്. അപ്പോൾ ഒരു 3 ഗ്ലാസ് കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ശർക്കരയും ചേർത്ത് ഇപ്പോൾ ചുക്ക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ തുറന്ന് നോക്കട്ടെ. ഇത് അടച്ച് വെച്ചാൽ തിളച്ച് തൂങ്ങിപ്പോയില്ലേ? അതുകൊണ്ട് ഇനി തുറന്ന് വെക്കാം. ചുക്ക് പൊടി ഇട്ടത് കൊണ്ട് പുറത്തോട്ടാകും. കാപ്പിപ്പൊടി ഇടാനായോ? ഇടാണ്. ഇത് സാധാ കാപ്പിപ്പൊടിയാണ്. പുട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇലയിലേക്കാണ് നമ്മൾ സാധാരണ പുട്ട് ചൂടോടുകൂടി വേവിച്ചത് വാങ്ങി വെക്കാറുള്ളത്. ഇന്നും അതേപോലെ തന്നെ. അപ്പം നല്ല രുചിയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മളെ ചുക്ക് കാപ്പി. ആവിയിൽ വെന്തവനെ പുട്ടേ. ഇന്ന് നല്ല വിഭവങ്ങളാണല്ലോ. പുട്ട്, മുട്ട, പഴം, പപ്പടം, കാപ്പി. കഴിച്ചു നോക്കൂ. പുട്ടും വെണ്ണീറ്റൂപ്പൻ പഴവും ഇത് തന്നെ നല്ല കോമ്പിനേഷനാണ്. പപ്പടം എടുത്തോളൂ. എന്താ ടേസ്റ്റ്! ഈ പഴത്തിന് നല്ല മധുരമാണ്. എടുത്താൽ നല്ല ചുക്കുക. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.